സൗണ്ടിന്റെ സാധനത്തിനെ സംബന്ധിച്ചുള്ള എന്ത് കാര്യത്തിനും ഇവിടെ വരിക അല്ലേ? അത് വണ്ടിയിലായാലും വീട്ടിലായാലും പാർട്ടിക്കായാലും പഞ്ചായത്ത് ഗ്രൗണ്ടിലായാലും ഹോം തിയേറ്ററും അതൊക്കെ എന്ത് റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? അതൊക്കെ ഒരു 1500 തുടങ്ങിയിട്ട് വരുന്നുണ്ട്. 1500 മുതലുണ്ട്. 1500 മുതലുണ്ട്. കൊള്ളാട്ടോ. അപ്പൊ ഇത് വെച്ചാല് ഫ്രണ്ടില് ഗ്ലാസ് ഉള്ള ഒരു മോഡലാണ്. സാധാ ടിവിയുടെ ഫുൾ ഗ്ലാസ്, ടെമ്പേർഡ് ഗ്ലാസ്. ഡാഷ് ക്യാം ഒരുപാടുണ്ട്. ഇത് വ്യത്യാസം വെച്ചാൽ ഇതിനകത്ത് ഫ്രണ്ടും ബാക്കും ക്യാമറ വരുന്നത് 2 ക്യാമറ ഉണ്ടാവും, 2 ക്യാമറ യൂണിറ്റ് ഉണ്ടാവും, 4 ക്യാമറ യൂണിറ്റ് ഉണ്ടാവും. അതെ അല്ലേ? ഇത് കിടിലൻ സാധനമാണല്ലോ. സോണിന്റെ ഒറിജിനൽസ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. അടിപൊളി. അതായത് നോക്കിയാൽ എക്സ്പ്ലോർഡ് ആണ് കേട്ടോ. നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലില് ഒരുപാടധികം വീഡിയോസ് ചെയ്യാറുണ്ട് അല്ലേ? അതായത് യൂസ് കാർസിന്റെ ചെയ്യാറുണ്ട്, ആക്സറീസിന്റെ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക്, അതായത് നമ്മുടെ വീഡിയോ ചാനൽ കാണുന്ന ഒരാൾക്ക് ഉപകാരം കിട്ടുന്ന തരത്തിലുള്ള എന്ത് സംഭവമാണെങ്കിലും നമ്മൾ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശരിക്കും നമ്മൾ കോയമ്പത്തൂരൊക്കെ ഒരുപാടധികം വീഡിയോസ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ ആക്സറീസിൻ്റെ. ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് തന്നെയാണ്, നമ്മുടെ സ്വന്തം നാട്ടിലാണ് കോഴിക്കോട്. ശരിക്കും ഇവരെ പോലെ അറിയാത്ത, അതായത് ഒരുപാട് ആൾക്കാർ അറിയാണ്ട് നൈസായിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്ത് പോകുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. കാരണം വളരെ ബഡ്ജറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ, ഈ ആക്സറീസ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഇപ്പോൾ നിലവിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് കേട്ടോ. അതായത് ഇവരുടെ ഈ ഒരു ഷോപ്പിൻ്റെ പേര് ശരിക്കും മോഡേൺ ഇലക്ട്രോണിക്സ് എന്നാണ്. അറിയുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. അതായത് ടി വി ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാടധികം മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടീൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ട്രോളി സ്പീക്കേഴ്സ് ഉണ്ട്. അങ്ങനെ എന്താ പറയുക, ഒരു കടയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനോജേട്ടനൊക്കെ നമ്മുടെ കൂടെ നമുക്ക് ചോദിച്ചു നോക്കാം. പിന്നെ മെയിനായിട്ട് പറയേണ്ടതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം തന്നെ. വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അടിപൊളി പ്രൈസിൽ തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോസൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപാടധികം ആൾക്കാർക്ക് ഉപകാരപ്പെടും. ദൂരെ ഒന്നും പോയി എടുക്കണ്ട, നമുക്ക് നേരെ വരിക, സാധനം നോക്കുക, ഇഷ്ടപ്പെട്ട അപ്പൊക്കെ എടുത്തുകൊണ്ട് പോവുക. എളുപ്പമാണല്ലോ. അപ്പോൾ ലൊക്കേഷൻ കൂടി പറഞ്ഞുതരാം. കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്, മാവൂർ റോഡിലാണ് കേട്ടോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് മനോജേട്ടനോട് ചോദിക്കാം കേട്ടോ. നേരെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ മോഡേൺ ഇലക്ട്രോണിക്സിൽ ആദ്യം തന്നെ നമ്മുടെ മനോജേട്ടാ, നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഒരു വീഡിയോ എടുക്കുന്നത്. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ വേറെയും വന്നിട്ടുണ്ട് അല്ലേ? വേറെ നിങ്ങൾക്ക് 2 ഷോറൂം ഉണ്ട് അല്ലേ? പള്ളിമുക്കിൽ അല്ലേ? ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് കോഴിക്കോടത്തെയാണ്. അതായത് ശരിക്കും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ഐറ്റംസ് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്താ നിങ്ങളെ കാണാൻ വൈകിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അറിയപ്പെടാത്തായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? നമുക്ക് ഇവിടെ അത്രയും കണക്ഷൻ ഇല്ല. ഒരു വർഷമായിട്ടുള്ളൂ നമ്മുടെ തുടങ്ങിയിട്ട്. അപ്പൊ ആ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നുള്ളത്. ഈ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടോ നിങ്ങൾ? അതായത് ഇത്രയധികം വെറൈറ്റി സാധനങ്ങൾ, ഒരുപാടധികം കളക്ഷനോട് കൂടിയിട്ടല്ലേ? ട്രോളി സ്പീക്കറുകള്, ഇതിപ്പോ ഔട്ട്ഡോർ ഉപയോഗിക്കുന്ന സ്പീക്കറാണ്. എല്ലാ സാധനങ്ങളും. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് മിക്സ് ചെയ്ത് പറഞ്ഞു പോയാൽ തീരൂല. അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങി പോയാലോ? നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇതിപ്പോ ട്രാവലിലേക്കൊക്കെ ഉപയോഗിക്കുന്ന സബ്ബൂഫറൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് വന്ന ഒരു 1500 തുടങ്ങിയിട്ട് ഒരു 36,000 രൂപ സബ്ബൂഫർ ഉണ്ട്. വണ്ടിയിലേക്ക് ട്രാവലറിലേക്കൊക്കെ ഉപയോഗിക്കുന്നത് പല വണ്ടികളുടെ സൈസിനനുസരിച്ച് അല്ലേ? പല വണ്ടിയില് വാട്ടേജ് അനുസരിച്ചാണ് വെക്കുന്നത്. ഓരോ ബ്രാൻഡ് അനുസരിച്ച് റേറ്റ് വ്യത്യാസം മാറ്റം വരും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും സബ്ബൂഫർ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. അതായത് 1500 രൂപ മുതൽ ഏകദേശം 36,000 രൂപ അല്ലേ? 36,000 രൂപ വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ സബ്വൂഫർ തന്നെയാണ്. അതെ അതെ. ഇത് കാറിലേക്കും പറ്റും, ജീപ്പിലേക്കും പറ്റും, ബസ്സിലേക്കും പറ്റും അല്ലേ? എല്ലാത്തിലേക്കും പറ്റും. അത് ഇതൊക്കെ ശരിക്കും എങ്ങനെയാ പ്രൈസ് റേഞ്ച് വരുന്നത്? ഇതൊക്കെ സ്റ്റാർട്ടിങ് ഒരു 3500 തുടങ്ങിയിട്ട് മേലോട്ടാണ്. അതായത് നമ്മുടെ ആ ഒരു വാട്ട്സ് അതുപോലെ തന്നെ അനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരും. ക്വാളിറ്റിയും സാധനങ്ങളുടെ മാറും അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ പിന്നെ ഈ ഇവിടെ മെയിൻ സാധനം സെബ്രോണിക്സ് ആണല്ലേ? സെബ്രോണിക്സിന്റെ സൗണ്ട് ബാറുകള്, പാർട്ടി സ്പീക്കർ, അതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൂടെ ഉള്ളതാണ്. ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ നല്ല പ്രൈസ് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഞാൻ ഓരോന്നിന്റെയും ഇങ്ങനെ പ്രൈസ് എടുത്തെടുത്ത് പറയുന്നില്ല. ഏകദേശം എത്ര രൂപയിൽ തുടങ്ങി എത്ര രൂപ വരെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ ഇപ്പൊ നമുക്ക് മ്യൂസിക് സിസ്റ്റം ആണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ? അതായത് കാറിൻ്റെ ഉണ്ട്, വീട്ടിലേക്ക് വേണ്ട സബ് ഉണ്ട്, വീട്ടിലേക്കുള്ള ഐറ്റം ഉണ്ട്, ടി വി ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ ഈ ട്രോളി സ്പീക്കർ, പാർട്ടി സ്പീക്കർ ഇപ്പൊ ട്രെൻഡിങ് ആണ്. അതെ അതെ. എന്നാ പിന്നെ ട്രെൻഡിങ് സാധനം തന്നെ ആദ്യം കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ കുറച്ചധികം ട്രോളിന്റെ സ്പീക്കറുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതിപ്പോ ഒരുപാടധികം ആൾക്കാർ ഈ റിസോർട്ടുകളിലേക്കും അല്ലേ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ ഈ സാധനങ്ങൾ ഇപ്പോ ഹെവി ആയിട്ടോ. ഇതിപ്പോ ശരിക്കും ഇത് രണ്ടും ഒന്നാണോ? ഇത് രണ്ടും കൂടെ ഒരു സെറ്റാണ്. 12 ഇഞ്ച് 4 സ്പീക്കർ വെക്കണം. 12 ഇഞ്ച് 4 12 ഇഞ്ചിന് 4 ഒരു പെയർ. അത് തന്നെ ഇത് തന്നെ അതിന്റെ തൊട്ട് താഴെ 15 ഇഞ്ച് 2 ഇതിനകത്ത് 2 മൈക്ക് വരും. പിന്നെ മൈക്കിന് എല്ലാ ഫീച്ചറും, അത് പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം എല്ലാ ഐറ്റവും.
അതായത് ഇപ്പൊ പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വയറൊക്കെ വെച്ചിട്ടുള്ള പരിപാടി എല്ലാം സെപ്പറേറ്റ് വെക്കണം. ഇതെല്ലാം ഇതിന് തന്നെ ഇൻബിൽറ്റ് വരണം. അതായത് ഇതിന്റെ മേലത്തെയാണ് കംപ്ലീറ്റ് പരിപാടി അല്ലേ? മിക്സർ ഉണ്ടാവും, മൈക്കിന് മിക്സർ, 2 കോർഡ്ലെസ് മൈക്കിന്റെ കൂടെ വരും, എല്ലാം കൂടി ഇൻബിൽറ്റ് ആവും. അത് കൊള്ളാട്ടോ, ഫുൾ സെറ്റപ്പ് അതിന്റെ കൂടെ തന്നെ ഉണ്ട്. അതായത് ഇപ്പൊ വളരെ ഈസി ആണല്ലോ ഇതൊക്കെ കൊണ്ടുനടക്കാനും ഉപയോഗിക്കാനൊക്കെ. അതുപോലെ തന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏകദേശം എന്ത് പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ ഒരു 35 രൂപ റേഞ്ച് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നുള്ളത്. ഇതേ സെയിം തന്നെ മൈക്കൊക്കെ ഉള്ള സാധനം തന്നെയാണ് കോർഡ്ലെസ്. ഇത് നമുക്ക് ഒരു 1500 തുടങ്ങിയിട്ട് വരും. അതായത് ഇതിലും മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റും, മൈക്കിന്റെ കൂടെ ഉണ്ട്. ഓ അടിപൊളി കേട്ടോ. അത് കോർഡ്ലെസ് തന്നെ, കോർഡ്ലെസ് വൈഡ് മൈക്ക് ആയിരിക്കും അല്ലേ? നല്ല വർക്കിംഗ് ഉള്ളതല്ലേ? നല്ല വർക്കിംഗ് ഉള്ള സാധനത്തിന്റെ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ. 1 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും. വെബ്രോണിക്സിന്റെ സാധനം തന്നെ അല്ലേ? 1500 രൂപ. അടിപൊളി കേട്ടോ. അത് നല്ല കൊള്ളാം, നല്ല ചെറിയ സാധനം. ഇത് 2 മൈക്കൊക്കെ ആയിട്ട് വരുന്നതാണ്. 2 കോർഡ്ലെസ് മൈക്ക് ഉണ്ടാവും. ഇത് JBL ഒരു പാർട്ടി സ്പീക്കർ മോഡൽ. JBL ഒറിജിനൽ സ്പീക്കർ അല്ല, JBL മോഡൽ. അങ്ങനെ അതാ ഞാൻ ചോദിച്ചത്. പിന്നെ ഇതിന്റെയൊക്കെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിന്റെ പുറകിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ ഇവിടുത്തെ ഈ സ്പീക്കറിന്റെ കേസുകൾ ഇപ്പൊ ജസ്റ്റ് 2 കാണിച്ചു തന്നുള്ളൂ. പിന്നെ അതുപോലെ ചെറുതും കാണിച്ചു തന്നു. ഈ ചെറുതിൽ തന്നെ പല വേരിയൻസ് ഉണ്ട് അല്ലേ? അത് പല സൈസിലുള്ള സാധനങ്ങൾ. 12 ഇഞ്ച് സ്പീക്കർ വരാണ്. ഇത് അതിന്റെ വേറെ മോഡൽ 2.8 ഇഞ്ച് വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് വരുമ്പോഴും സാധനത്തിനൊക്കെ മാറ്റം ഉണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യമൊക്കെ ഉപയോഗത്തിനൊക്കെ ശരിക്കും ഇതൊക്കെ മതിയല്ലേ? അത് വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് അത്യാവശ്യം നോർമൽ സൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു മോഡൽ ഉണ്ടല്ലോ, ഈ മോഡൽ കുറച്ച് ഹെവി ആയിട്ടാണ്. അത് 2 മൈക്ക് ഉണ്ടാവും. പിന്നെ മൈക്കിന് ബാസ്, ട്രബിൾ, എക്കോ, ഡിലേ എല്ലാ ഓപ്ഷനും വരുന്ന നല്ല ലൈറ്റോ. ഇതിൽ ഈ പ്രൊഫഷണൽ ആയിട്ട് പാടുന്ന ആൾക്കാർക്കില്ലേ, അത്യാവശ്യം പാടുന്ന ആൾക്കാർക്കൊക്കെ ഒരു മൈക്കൊക്കെ അടിപൊളി മൈക്കായി. സാധാ മൈക്കല്ല. അതായത് മൈക്ക് 2 ടൈപ്പ് മൈക്ക് വരും. ഇതാണ് ഇതിന്റെ കൂടെ വരുന്ന മൈക്ക്, ഇതിന്റെ കൂടെ വരുന്ന മൈക്ക്. ഈ മൈക്ക് എന്ന് വെച്ചാൽ UHF മൈക്കാണ്. അപ്പൊ നമ്മൾ ഈ പാട്ട് പാടുന്നവർക്ക് അകത്തി പിടിച്ചിട്ട് പാടൂലേ, അപ്പൊ കാച്ചിങ് പവർ കൂടുതലായിരിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല വൃത്തിയുള്ള സാധനം. സാധാരണ കുറഞ്ഞ സെഗ്മെന്റിൽ വരുന്ന മൈക്ക് ഇതായിരിക്കും. ഇത് VHF ആയിരിക്കും. അത് നമ്മള് ശരിക്കും വാഴാത്തേക്ക് വെക്കേണ്ടി വരും. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ അറിയാവുന്നവര് വന്നിട്ട് ഒന്ന് സംസാരിച്ചോളൂ. നമുക്ക് അതിനെ കുറിച്ച് വലിയൊരു ധാരണയില്ല. വണ്ടീന്റെ വല്ല കേസ് വേണമെങ്കിൽ ഞാൻ പറയായിരുന്നു. ഇത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ശരിക്കും ഏകദേശം എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇതൊരു 19,500 റേഞ്ച് വരും അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലേക്ക് ഹോം തിയേറ്റർ ആണ്. ടവർ സ്പീക്കർ, ഹോം തിയേറ്ററും അതൊക്കെ എന്ത് റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? അതൊക്കെ ഒരു 1500 തുടങ്ങിയിട്ട് വരുന്നുണ്ട്. 1500 മുതലുണ്ട്. 1500 മുതലുണ്ട്. കൊള്ളാട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ. അതായത് ഇവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളും കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് സമയം ഉണ്ടാവുള്ളൂ. പിന്നെ ഇതെന്താ സംഭവം 2 ഇതൊക്കെ ആയിട്ട്? ഇത് ഔട്ട്ഡോർ, പിന്നെ ഈ റിസോർട്ടിലേക്കൊക്കെ ഔട്ട്ഡോർ വെക്കുന്ന സാധനമാണ്. ഒരു സ്പീക്കറും സബ്വൂഫറും വിത്ത് ബാറ്ററി. അതെ അല്ലേ? ബാറ്ററി ആണ്, ഇൻബിൽറ്റ് ബാറ്ററി. ഒരു 650 വാട്ടാണ് RMS. അതെ അല്ലേ? ഒരു ഏരിയ മൊത്തം കവർ ചെയ്താണ്. അതെ അല്ലേ? വീട്ടിലൊന്നും വെക്കാൻ പറ്റില്ല. ഈ ഒരു കല്യാണ വീട്ടിലൊക്കെ വെക്കൂലേ, അങ്ങനെ കുറെ സമയം വർക്ക് ചെയ്തോളൂ. 4 മണിക്കൂർ ബാറ്ററി ബാക്ക്, കണ്ടിന്യൂസ് വർക്ക്. അടിപൊളി. നല്ല ഹെവി സാധനം, നല്ല വില ഉണ്ടാവും അല്ലേ? വിലയുണ്ട്. എത്ര ഉണ്ടാവും? 48 രൂപ. 48 രൂപ അല്ലേ? ഓക്കെ. പിന്നെ വേറെ കേസ് പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. വീട്ടിൽ വെക്കണ പാർട്ടി സ്പീക്കറാണ്. ഇതൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി സാധനം കേട്ടോ. ഇതൊക്കെ നമുക്ക് എന്ത് പ്രൈസ് വരും? ഇതൊരു 11 രൂപ റേഞ്ച് ഒക്കെ വരും. അത്രയൊക്കെ ഉണ്ട് അല്ലേ? നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ 1 ഇയർ ഗ്യാരണ്ടി ഉണ്ടാവും. നിങ്ങൾ സർവീസ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നുണ്ടോ? സർവീസ് കമ്പനി ഗ്യാരണ്ടി 1 വർഷം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് സർവീസ് സപ്പോർട്ട് ഉണ്ട്. ഞങ്ങൾക്ക് സർവീസ് സെന്റർ ഉണ്ട്, ഓൺ സർവീസ് സെന്റർ. ഇവിടെ എടുക്കുന്ന എന്ത് സാധനത്തിനും ആഫ്റ്റർ സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കും. അല്ല, ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്നാൽ സൊല്യൂഷൻ ഉണ്ടായി കൊടുത്തിരിക്കും. അടിപൊളി. അതുപോലെ തന്നെ ചില പ്രൊഡക്റ്റ് മേടിച്ചിട്ട് കസ്റ്റമർ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൈ ഒഴിയൂല. കമ്പനി ഗ്യാരണ്ടി കഴിഞ്ഞു നമ്മളെ കൊണ്ട് ചെയ്യാത്ത രീതിയിൽ മാക്സിമം സർവീസ് കൊടുക്കും. അടിപൊളി കേട്ടോ. പിന്നെ ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, നല്ല നല്ല ക്യൂട്ട് ആയിട്ടുള്ള സംഭവം കേട്ടോ. ഇതെന്ന് വെച്ചാല് ഈ XUV 500, XUV 700 ഒക്കെ ഇല്ലേ, ഡിക്കി സ്പേസ് കുറവുള്ളതാണ്. അതിനകത്ത് ഈ ഇത്രയും സ്ലിം ആയിട്ടുള്ള വേറെ കാര്യം. ഇപ്പൊ XUV ഒന്നുമല്ലല്ലോ, ഇപ്പൊ നമ്മൾ സാധാരണ ചെറിയ വണ്ടിയിൽ ചെറിയ വണ്ടി വയ്ക്കാം, സ്പേസ് കുറച്ച് ആവുള്ളൂ. ഇതിന് വിത്ത് ആംപ്ലിഫയർ ആണ്. വിത്ത് ആംപ്ലിഫയർ, സാധാ ആംപ്ലിഫയർ അല്ല, വിത്ത് മോണോ ആംപ്ലിഫയർ ആണ്. സബ് ഫ്രണ്ടിൽ കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റും. ഓഹോ. ഇത് നമുക്ക് എന്താ വില? ഇതിന് വില ഇച്ചിരി കൂടുതലാണ്. എത്ര വരും? ഏകദേശം 12 രൂപ റേഞ്ച് ആയിട്ട്. അതൊരു സമയത്ത് ഒന്നല്ലെങ്കിൽ ഇത്രയും 2 സബ് വിത്ത് ആമ്പ് കിഡിലും വർക്കിംഗ് ആണോ? കിഡ് വർക്കിംഗ്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ വരിക. ഇതൊക്കെ റേറ്റ് ഒന്നും ഇതൊന്നും നോക്കണ്ട അല്ലേ? റേറ്റ് അല്ല, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? പിന്നെ നമ്മുടെ സൗണ്ട് ബാറുകൾ, നമ്മൾ പറയുന്ന റേറ്റുകൾ എന്ന് പറയുന്നത് ഏകദേശം സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള റേറ്റ് ആണ് പറയുന്നത് അല്ലേ? അതിന്റെ ഇടയിലൊക്കെ നമുക്ക് ഒരുപാട് പ്രൈസ് ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് ടിവിക്ക് ഉപയോഗിക്കുന്ന സൗണ്ട് ബാറുകളാണ്. അതിനകത്ത് ഒരുപാട് മോഡൽ, ഒരു 40 മോഡൽ നമ്മുടെ അതെല്ലാം റെഡി സ്റ്റോക്ക് നമ്മുടെ എന്ത് പ്രൈസിൽ? ഇതേപോലെ തന്നെ 3000 രൂപ തുടങ്ങിയിട്ട് 38,000 രൂപയുള്ള സൗണ്ട് ബാർ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഏറ്റവും വില കൂടി സാധനം ഏതാ?
എത്ര ഇന്ത്യ ചുമ്മാ അറിയാം. എന്ത് സാധനമാണ്? അല്ല ഈ സൗണ്ട് ബാർ സൗണ്ട് ബാറിൽ ഏറ്റവും കുറഞ്ഞ കൂടിയത് 32,000 രൂപ. 2 സബ് 2 ഇങ്ങനെ വരും കണ്ടോ. 2 സബ് റിയർ ഡോൾബി പ്ലസ് അറ്റ്മോസ് ഒക്കെ ഉള്ള മോഡൽ ഇതല്ലേ. അടിപൊളി സെബ്രോണിക്സിന്റെ. അതല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ സൗണ്ടിന്റെ സാധനത്തിനെ സംബന്ധിച്ചുള്ള എന്ത് കാര്യത്തിനും ഇവിടെ വരിക അല്ലേ. അത് വണ്ടിയിലായാലും വീട്ടിലായാലും പാർട്ടിക്കായാലും പഞ്ചായത്ത് ഗ്രൗണ്ടിലായാലും അവിടെ എവിടേക്ക് വേണ്ട സാധനവും തരും. ഇതൊക്കെ നോക്കിയോ നിങ്ങൾ, ഭയങ്കര ക്യൂട്ട്സ് ആണ് കേട്ടോ. നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സൗണ്ടിന്റെ സംഗതികൾ ഏകദേശം നമ്മൾ പറഞ്ഞല്ലോ. ഈ ഏറ്റവും നമ്മൾ ഉപയോഗിക്കല്ല നമ്മൾ സെല് ചെയ്യുന്ന ബ്രാൻഡ് സെബ്രോണിക്സ് ആണ്. സെബ്രോണിക്സും ലിമോറോട് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. ഈ പറഞ്ഞ സെബ്രോണിക്സ് നല്ല അടിപൊളി സാധനം അല്ലേ. ഒരുപാട് ഐറ്റം ഉണ്ട്, വലിയ കമ്പനിയാണുള്ളത്. അതെ അതെ അതെ. നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് ഡിസ്കൗണ്ട് ഒക്കെ തരാൻ പറ്റും അല്ലേ. മാക്സിമം നല്ല റേറ്റ് തരാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ടിവിന്റെ സംഭവം എന്താ? ഈ ടി വി സാധാരണ ടി വി അല്ല, വ്യത്യാസമുണ്ട്. ഇത് വെച്ചാല് ഫ്രണ്ടില് ഗ്ലാസ് ഉള്ള ഒരു മോഡലാണ്. സാധാ ടിവിയുടെ ഫുൾ ഗ്ലാസ്, ടെമ്പേർഡ് ഗ്ലാസ്. അപ്പൊ എന്ന് വെച്ചാൽ പിള്ളേരൊക്കെ എന്തെങ്കിലും കൊണ്ട് എറിഞ്ഞു പൊട്ടിയാലും ടിവിക്കൊന്നും പറ്റത്തില്ല. പക്ഷെ ഗ്ലാസ് പൊട്ടൂലേ? ഗ്ലാസ് അല്ലേ പൊട്ടുള്ളൂ. ഗ്ലാസ് മാറ്റാൻ നല്ല ഗ്ലാസ് മാറ്റാൻ കൂടി 1000-1500 ചെലവ് വരുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തെ സ്ക്രീനാ പൊട്ടി പോണെങ്കിലാ ടി വി പോയി. അതെ 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 അതെ. പിന്നെ ഇതെന്ന് വെച്ചാല് 4K ടിവി ആണ്. 4K ആണ്, ഡോൾബി വിഷൻ ആണ്, 30 വാട്ട് ഔട്ട്പുട്ട് ഉള്ള സ്പീക്കറുകളാണ്. 43 ഇഞ്ച് ഗൂഗിൾ ടി വി. അതായത് ഓൺലൈനിൽ ഏറ്റവും ടോപ്പ് സാധനം. അതായത് ഡോൾബി വിഷൻ ഉള്ള ടി വി നമ്മുടെ സോണിക്കൊക്കെയാണ് വരുന്നത്. അതുള്ള ടി വി ആണ്. ഏകദേശം പ്രൈസ് എന്തിനാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിന്റെ അകത്ത് 32 ഇഞ്ച് തുടങ്ങിയ നമ്മുടെ 24 ഇഞ്ച് തുടങ്ങിയ ടി വി ഉണ്ട്. 5000 രൂപ തുടങ്ങിയിട്ട് നമ്മുടെ ടി വി ഏറ്റവും കൂടി വരുന്നത് 85 ഇഞ്ചുള്ള ടി വി ഉണ്ട്. ഇപ്പൊ 43 കാണിച്ചിട്ടുള്ളൂ. 85 ഉള്ള ടി വി ഉണ്ട്. 85 എന്നൊക്കെ പറഞ്ഞാൽ 140 ആ റേഞ്ച് വരും. ഏറ്റവും കുറഞ്ഞ റേഞ്ച് നമ്മുടെ വരുന്നത് 5000 രൂപ തുടങ്ങിയിട്ട്. അപ്പൊ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തായിട്ടോ. പല സൈസ് 32, 24, 40, 43. അതിനകത്ത് ഗൂഗിൾ ടി വി ഉണ്ട്, ആൻഡ്രോയിഡ് ടി വി ഉണ്ട്, സ്മാർട്ട് ടി വി ഉണ്ട്. പല വെറൈറ്റി സാധനങ്ങൾ. നമുക്ക് ഇതിനുള്ള സ്പേസ് കൂടെ കുറവാണ്, എല്ലാം ഡിസ്പ്ലേ ഇട്ടിട്ടില്ല. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നിങ്ങൾ ഇട്ടാൽ നമുക്ക് കാണിക്കാനും പറ്റൂല. അപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. അതായത് 5000 രൂപ മുതൽ ഇവരുടെ അടുത്ത് എല്ലാ ക്വാളിറ്റി സാധനത്തിലുള്ള ടി വി ഐറ്റംസ് അവൈലബിൾ അല്ലേ. വിത്ത് 3 ഇയർ വാറണ്ടി, 1 ഇയർ വാറണ്ടി, 2 ഇയർ ഗ്യാരണ്ടി, 3 ടൈപ്പ് വാറണ്ടി ഉള്ള ടിവികളാണ് നമ്മുടെ ടിവികളുണ്ട് അല്ലേ. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ശരിക്കും നമ്മൾ ഈ എല്ലാവരും കമ്പയർ ചെയ്യുന്ന ഓൺലൈൻ ആയിട്ട്. ഓൺലൈനും പ്രൈസ് മാത്രം നോക്കിയിട്ട് ടി വി എടുക്കാൻ പാടില്ല. അതിന് ഇതിന്റെ ഓരോ പാനൽ ഉണ്ടല്ലോ. പാനലിൽ പല ക്വാളിറ്റി ഉള്ള പാനലുണ്ട്. അത് പ്രൈസ് കൊടുക്കണം. അതിന്റെ ലൈഫ് കിട്ടുള്ള വ്യത്യാസം ഉണ്ടോ, പിക്ചർ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടോ, അങ്ങനെ കൊടുക്കണം. ഓക്കെ, അത് നിങ്ങൾ ഇവിടെ വരിക, വന്നിട്ടുണ്ടെങ്കിൽ ഇവർ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കാണിച്ചു തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ പലജാതി തരത്തിലുള്ള സ്പീക്കർ ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ തൊട്ട് മേലെയായിട്ട് പിന്നെ ചെറിയ ചെറിയ സ്പീക്കർ, നമ്മുടെ കമ്പ്യൂട്ടർ സ്പീക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലേ. പിന്നെ സ്ക്രീന്, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വണ്ടീൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. ലൈറ്റ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ഹെഡ്ലൈറ്റിന്റെ ഒക്കെ റേറ്റ് വരുന്നത്? ഒരു 1500 തുടങ്ങിയിട്ട് മേലോട്ടുണ്ട്. 1500 മുതൽ നിങ്ങൾക്ക് ഈ 150, 200, 250 വാട്ട്സിലൊക്കെയുള്ള ഹെഡ്ലൈറ്റുകളാണ് ഇരിക്കുന്നത് കേട്ടോ. ഹെഡ്ലൈറ്റ്, ഫോഗും എല്ലാം ഉണ്ട്. ഒരുവിധം എല്ലാ വണ്ടീൻ്റെ ഉണ്ടോ? എല്ലാ വണ്ടിയിലുണ്ട്. ഓക്കെ, പിന്നെ റിവേഴ്സ് ക്യാമറകളല്ലേ, ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? റിവേഴ്സ് ക്യാമറയൊക്കെ ഒരു നല്ല ക്യാമറയൊക്കെ ഒരു 1200 ആ റേഞ്ച് വരുന്നുണ്ട്. HD ഒക്കെ അല്ലേ? HD. ഓക്കെ, ഈ ലിമോർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്രാൻഡ് തന്നെയാണോ? ബ്രാൻഡ്. അതിനകത്ത് ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ. ടി വി ഉണ്ട്, ട്രോളി സ്പീക്കർ ഉണ്ട്. അവിടെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചിലപ്പോൾ ചാത്തനടിച്ചു വിടുന്നതായിരിക്കും. അല്ല, ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്. നല്ല കമ്പനിയല്ലേ? ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ എല്ലാവരും. അതെ അല്ലേ? അവരുടെ ഏറ്റവും ഒരു വെർത്ത് ആയിട്ടുള്ള സാധനമാണ് ഇത്. ഒരു ഡാഷ് ക്യാം ആണ്. ഇത് ലിമോർ എന്ന് പറഞ്ഞ കമ്പനിന്റെ അല്ലേ? ഡാഷ് ക്യാം ആണ്. ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു നോക്കാവോ? ഇതിന്റെ പ്രത്യേകത വെച്ചാല് ഇത് ശരിക്കും പിന്നെ നമ്മുടെ കാറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നല്ലേ? കാറിലെ ഡാഷ് ക്യാം ഒരുപാടുണ്ട്. ഇത് വ്യത്യാസം വെച്ചാൽ ഇതിനകത്ത് ഫ്രണ്ടും ബാക്കും ക്യാമറ വരും. അതായത് ഫ്രണ്ടിലെ വിഷ്വലും റിവേഴ്സ് വിഷ്വലും നമുക്ക് 2 ക്യാമറ വരും. പിന്നെ ഇതിനകത്ത് വെച്ചാൽ 256 GB മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും. സാധാരണ ഡാഷ് ക്യാമിൽ 128 സപ്പോർട്ട് ചെയ്യുള്ളൂ. 256 GB സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിന്റെ വയറിംഗ് ഹാർനസ് എല്ലാം ഇൻക്ലൂഡാണ്. വണ്ടി കീ ഓഫ് ചെയ്ത് പോയാലും റെക്കോർഡിംഗ് നടക്കും. അതായത് ഒരു CCTV ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് മൊബൈൽ ആപ്പ് വഴി മൊബൈലിൽ കാണുകയും ചെയ്യാം. ഇതൊക്കെ നമുക്ക് എങ്ങനെയാ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് സ്റ്റാർട്ടിംഗ് റേഞ്ച് തന്നെ ഇതിന്റെ അല്ല. ഡാഷ് ക്യാം സ്റ്റാർട്ടിംഗ് ഒരു 1800 തുടങ്ങിയിട്ട് മേലോട്ടാണ് വരുന്നത്. ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇത് ഒരു 6500, 7000 റേഞ്ച് വരുന്നുണ്ട് അല്ലേ? അത് ആ ക്വാളിറ്റി ഉണ്ടല്ലോ അല്ലേ? ഇത് സ്പെക്ക് വ്യത്യാസമുണ്ട് ഇതിന്റെ. പിന്നെ ഇതിന്റെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ്. ഇതിനെന്താ വെച്ചാല് വിത്ത് സിം ഇടാൻ പറ്റും. 4G സിം ഇട്ട് നമുക്ക് ഉപയോഗിക്കാം. ലോകത്ത് എവിടെ ഇരുന്നാലും ആ വണ്ടിയിലുള്ളത് നമുക്ക് ലൈവായിട്ട് കാണാം. നമുക്ക് അവർ പറഞ്ഞ എല്ലാം കേൾക്കാം. അടിപൊളി. എന്തല്ല അല്ലേ, വന്ന് അങ്ങ് എത്തി തുടങ്ങി. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കോട്ടോ. ഇതൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു
ഇല്ല, ഇത് ഇത്ര പ്രൈസ് കൂടുതലുള്ള ഐറ്റമാണ്. എന്ത് വരും? ഒരു 12 റേഞ്ച് ഒക്കെ ഐറ്റം വരുന്നുണ്ടല്ലേ? പക്ഷെ ഇതിനകത്ത് സിം ഇടാൻ പറ്റും. പിന്നെ നമുക്ക് വണ്ടി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, വണ്ടി എവിടെയാണെന്ന് അറിയാൻ പറ്റും, എല്ലാം നമുക്ക് ആപ്പിൽ കാണാൻ പറ്റും, മൊബൈൽ ആപ്പിൽ കാണാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ ഈ ഡാഷ് ക്യാമിന്റെ വേറെയും കുറേ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വന്നിട്ട് സംസാരിച്ചാൽ മതി. പിന്നെ വരുന്നത് പ്രൊജക്ടർ ഉണ്ടല്ലോ, ഇതൊക്കെയാണെങ്കിലോ? പ്രൊജക്ടർ ഇത് സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ്. 4500 രൂപ വിത്ത് വൈഫൈ ഉള്ളത്. വൈഫൈ ഉണ്ട്. 4500 രൂപ. കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും? 1 ഇയർ വാറണ്ടി ഉണ്ടാവും. ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടാവും. അത്യാവശ്യം വലിയ ക്വാളിറ്റി പറയാൻ പറ്റില്ല. പിന്നെ അതിന്റെ മേലോട്ടുള്ള പ്രൊജക്ടർ ഇവിടെ ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതെ, അതായത് സെബ്രോണിക്സിന്റെ തന്നെ പ്രൊജക്ടർ സ്റ്റാർട്ടിംഗ് വരുന്ന മോഡൽ. അത് അതിന്റെ സ്റ്റാർട്ടിംഗ് മോഡൽ അല്ലേ? ഓക്കെ. ഏകദേശം എന്ത് സ്റ്റാർട്ടിംഗിലാണ് റേറ്റ്? സ്റ്റാർട്ടിംഗ് തന്നെ ഒരു 7800 തുടങ്ങി മേലോട്ടോ അല്ലേ? പിന്നെ മറ്റേ നമ്മുടെ അടുത്തുള്ള സാധനം ഏറ്റവും വില കുറഞ്ഞ ഏതാണല്ലേ? പ്രൊജക്ടർ സ്റ്റാർട്ടിംഗ് ഇതാണ് 4500 മുതൽ. 4500 രൂപ മുതൽ പിന്നെ മേലോട്ട് പല വേരിയൻസ് ഏറ്റവും കൂടി വരുന്ന 40000 രൂപയുള്ള പ്രൊജക്ടർ നമുക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ്രോയിഡ്. ഓക്കെ. പിന്നെ മേലേക്ക് നോക്കുമ്പോഴോ, അതായത് നമ്മുടെ വണ്ടിയിൽ വരുന്ന കോആക്സിൽ സ്പീക്കേഴ്സും അല്ലേ, ട്യൂട്ടേഴ്സും എല്ലാം ഉണ്ടാവും അല്ലേ? എല്ലാം ഉണ്ട്. ആംപ്ലിഫയർ. പിന്നെ ഈ ട്രാവലറിലേക്ക് ഈ ഒരു സാധനം ഒരു നമ്മൾ ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ലാത്തൊരു സംഗതിയാണ്. ഈ സാധനം എന്ന് വെച്ചാല് ട്രാവലർ, ബസ്, ട്രക്കൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറയാണ്. അത് 4K റെക്കോർഡിംഗ് ആണ്. അതെ അല്ലേ? അഡ്മിഷനും സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഈ വേൾഡ് ടെക് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ബ്രാൻഡ് തന്നെയല്ലേ? ഇന്ത്യൻ ബ്രാൻഡ്, വർഷങ്ങളായിട്ടുള്ള ബ്രാൻഡ്. അതെനിക്ക് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇത് സ്ക്രീൻ ഉണ്ടാവും. പിന്നെ ഇങ്ങനത്തെ 2 ക്യാമറ ഉണ്ടാവും. 2 ക്യാമറയുടെ യൂണിറ്റ് ഉണ്ടാവും, 4 ക്യാമറയുടെ യൂണിറ്റ് ഉണ്ടാവും. അതെ അല്ലേ? ഇത് കിടിലൻ സാധനമാണല്ലോ. ഇതിനകത്ത് പ്രത്യേകത വെച്ചാല് ഈ എത്ര വലിയ ലോറി ആയാലും ട്രക്ക് ആയാലും അതിന്റെ കൂടെ വയറിംഗ് എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. ഇതൊക്കെ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അതായത് ഒന്നും ചെയ്യണ്ട, മുറിക്കാനോ പിടിക്കാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഇതൊക്കെ ശരിക്കും ഏകദേശം എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് 2 ക്യാമറ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒരു 9500 റേഞ്ച് വരും. ഫുൾ സെറ്റ്. അത് 12 വോൾട്ട് തുടങ്ങി 24 വോൾട്ടിൽ വലിയ വണ്ടിയിൽ ഉപയോഗിക്കാം, ട്രാവലറിൽ ഉപയോഗിക്കാം. അതായത് ഈ 9500 എന്നൊക്കെ പറയുമ്പോൾ 4K റെക്കോർഡിംഗ് ആണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മളൊരു സാധാരണ വണ്ടിയിലേക്ക് എടുക്കുന്ന ഒരു സ്ക്രീനിന്റെ വില പോലും ആവുന്നില്ല അല്ലേ? ഇത് അത് വിത്ത് 4K റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ ഒരു കാര്യം ചോട്ടെ, ഇവിടെ കുറെ അധികം വണ്ടിന്റെ സ്ക്രീനൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീൻ ഒക്കെ 8 രൂപ 10 റേഞ്ച് ആണെങ്കിൽ അത്യാവശ്യം ഒരു മീഡിയം റേഞ്ച് സെറ്റ് എടുക്കാൻ പറ്റും. T5 ഒക്കെ പ്രോസസർ വരുന്ന സാധനമൊക്കെ ഉണ്ടോ? T5 തന്നെ ഉണ്ട്. അതൊക്കെ റേറ്റ് ഇത്തിരി കൂടുതൽ. അത് ഓരോന്നിനും ഒക്ടാ കോർ, കോഡ് കോർ, പ്രോസസർ അനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അതായത് ഒരാൾ കൊണ്ടായാലും ഒരു കംപ്ലൈന്റ് വേണം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം 10 രൂപ റേഞ്ച് എടുത്താലും എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ എടുത്തിട്ട് വെറുതെ വേസ്റ്റ് ആണ്. കംപ്ലീറ്റ് ഫിറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യോ? ഫിറ്റിംഗ് നമ്മൾ തുടങ്ങാൻ പോകണ്ട, ഇപ്പൊ ഇല്ല അല്ലേ? ഓക്കെ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ അതേ സംഗതികളെല്ലാം എറണാകുളത്തും ഉണ്ടല്ലേ? എറണാകുളത്ത് നമ്മൾ മെയിൻ ആയിട്ട് എറണാകുളത്ത് നമ്മുടെ 20 വർഷമുള്ള ഷോപ്പുണ്ട്. 20 വർഷമായിട്ടുള്ള ഷോപ്പാണ് നമ്മുടെ. അതെ അല്ലേ? എറണാകുളത്ത് പള്ളിമുക്കിൽ. അതല്ല, 20 വർഷമായിട്ടുള്ള ഷോപ്പ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒക്കെ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കടയുണ്ടോ? ഓക്കെ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. പിന്നെ അതാ നമ്മുടെ ഡയമണ്ട് 2K ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയ വിജയം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ തുടങ്ങണില്ല, അവിടുത്തെ വിജയം എന്ന് വെച്ചാൽ നമ്മുടെ അന്ന് മുതൽ എടുക്കണം വന്ന കസ്റ്റമർ ഇനി നമ്മുടെ അടുത്ത് വരും. എന്ന് വെച്ചാൽ എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് പോയിട്ട് ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് വന്നാലും നമ്മൾ അതിന് ചെയ്തു കൊടുക്കും. സത്യം പറഞ്ഞാൽ ഈ സർവീസ് ആണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ്. സെയിലേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമാണ്. വിൽക്കാൻ പറ്റും എന്ന് ഇത് പറഞ്ഞിട്ട് ഞാൻ ഇത് അങ്ങനെ തരാം ഇങ്ങനെ തരാം കൊടുത്തിട്ട് ആൾക്കാർ മേടിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ കൈമാറിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്ത കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ആൾക്കാർ നമ്മൾ. പിന്നെ ഇപ്പൊ ശരിക്കും നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു കട ഞാൻ കാണിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ, കാരണം ഇവിടെ ഇപ്പൊ ഈ കോഴിക്കോട് ജില്ലയിലൊക്കെ അധികം ആൾക്കാർ ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. വില വലിയാണല്ലോ വാങ്ങിക്കാതിരിക്കുന്നുണ്ടാവും. അല്ല, ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഉള്ള ഷോ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ഈ പ്രൈസിൽ ഇങ്ങനത്തെ ഇത്രയും വലിയ സാധനമുള്ള ഷോപ്പ് ഇവിടെ എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് നമ്മുടെ അടുത്ത് എല്ലാ റേഞ്ചും നമ്മുടെ ഉണ്ട് അല്ലേ? അതായത് നമ്മൾ ആദ്യം പറഞ്ഞ 1500 രൂപ 10,000-40,000 രൂപ വരെയുള്ള സാധനം ഉണ്ട്. നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മടങ്ങി പോണ്ടി വരില്ല അല്ലേ? ഉറപ്പായിട്ട് വരില്ല. ആവശ്യമുള്ള സാധനം ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ. എന്തായാലും ഇത്രയും അധികം സാധനങ്ങൾ. പിന്നെ വേറെയും പറയാനാണെങ്കിൽ പറഞ്ഞാൽ തീരൂല കേട്ടോ. അതേപോലെ തന്നെ അതാ അവിടെ കുറച്ച് മറ്റേ നമ്മുടെ സെൻസറിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ? പിന്നെ ഇത് ഈ ട്രാവലർ ബസ്സിൽ ഉപയോഗിക്കുന്ന മിക്സറാണ്. ഇത് എന്തിനാ ഈ മൈക്കിന് ഉപയോഗിക്കുന്ന മിക്സറാണ് ട്രാവലറിലൊക്കെ ഉപയോഗിക്കുന്നത്. ഈ മൈക്കിൽ സംസാരിക്കാൻ വേണ്ടിട്ടാ? പാട്ട് വണ്ടിയിലൊക്കെ മനസ്സിലായി. അത് വിത്ത് കോഡ്ലെസ് മൈക്ക് ഉൾപ്പെടെ വരും. ഇതൊക്കെ എന്താ ഏകദേശം പ്രൈസ്? ഇതൊരു 4000 രൂപ റേഞ്ച് ഒക്കെ വന്ന മിക്സറാണ്. മൈക്ക് അടക്കം ഉണ്ടല്ലേ? വിത്ത് മൈക്ക് അടക്കം. കൊള്ളാം. അപ്പൊ ഇതൊക്കെ ആർക്കെങ്കിലും, അതായത് നമ്മുടെ ബസ്സുകാരൊക്കെ വേണമെങ്കിൽ നോക്കിക്കോളൂ. അതേപോലെ തന്നെ ട്രാവലറുകാരോ ആർക്കും വേണമെങ്കിൽ. പിന്നെ ട്രാവലിലേക്ക് ഉപയോഗിക്കണ ഇതൊക്കെ ആംപ്ലിഫയർ, സോണി, ഇത് മറ്റേ കിണ്ണ സാധനമാണല്ലോ. അതായത് സോണീന്റെ ആണ് കേട്ടോ. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. അടിപൊളി. അതായത് ഇത് നോക്കിയാൽ എക്സ്പ്ലോർഡ് ആണ് കേട്ടോ. അത് കൊള്ളാട്ടോ സാധനം. ഇതൊക്കെ നമുക്ക് ഏകദേശം എന്ത് പ്രൈസ് വരും?
ഇത് വരുമ്പോ സോണി വരുമ്പോ ഒരു 8000 റേഞ്ച് ഒക്കെ റേഞ്ച് വരും അല്ലേ? ആലോചിക്കണം, സോണിയാണ്, സോണി അത്രയും കിടിലൻ സോണി ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ പൈനിയർ ഉണ്ട്, ഉണ്ടല്ലോ, JBL ഉണ്ട്, ബ്ലോപ്പങ്ക് ഉണ്ട്, എല്ലാ ബ്രാൻഡും ഉണ്ട് നമ്മുടെ. പിന്നെ നമ്മുടെ ഇവിടത്തെക്കാട്ടും കൂടുതൽ നമുക്ക് എറണാകുളത്തുണ്ട്. എറണാകുളത്ത് എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരാളിപ്പോ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇപ്പൊ ഒരു സാധനം ഓർഡർ ചെയ്താൽ പിറ്റേ ദിവസം കൊടുക്കും, എത്തിച്ചു കൊടുക്കാം അല്ലേ? എന്ത് സാധനം കൊടുക്കും? ഈ പറഞ്ഞതിൽ പെടുന്നത് നമ്മളായിട്ട് ബന്ധപ്പെട്ട ആളെല്ലാം നമ്മുടെ തന്നെ. ഇവിടെ ഇല്ലാത്ത കുറെ സാധനം അവിടെ ഉണ്ടാവും. അതെ അതെ. ഇവിടെ ഇപ്പൊ നിങ്ങൾ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. നമ്മുടെ കോഴിക്കോട് മാവ് റോഡില് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഉണ്ടല്ലോ, നന്ദന ജിമ്മാന്റെ തൊട്ട് പറയില്ല അല്ലേ? ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്. അതായത് റോഡ് സൈഡ് തന്നെ കേട്ടോ, മെയിൻ റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. അതായത് KSRTC സ്റ്റാൻഡ് എത്തുന്നതിന്റെ ഒരു 200 മീറ്റർ മുമ്പ് അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാക്സിമം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അല്ലേ? മാക്സിമം നല്ല സാധനം നല്ല പ്രൈസിൽ, വില കുറച്ച് കൊടുക്കും പറയുന്നില്ല, എന്നാലും നല്ല റേറ്റ് കൊടുക്കും, ഒരു നല്ല സർവീസോടുകൂടി നമ്മൾ ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള കാരണം ഇവിടെയുള്ള സാധനങ്ങളെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസോ വിലയോ പറയുക എന്നുള്ളതല്ല മെയിൻ ഉദ്ദേശം അല്ലേ? അതായത് ഇപ്പൊ ഇവരുടെ ഒരു ഷോപ്പ് ഇങ്ങനെ ഉണ്ട്, ഇവിടെ ഇത്രയധികം സാധനങ്ങളുണ്ട്, ഇത്രയധികം വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അല്ലേ? അറിയണം, അത്രേ ഉള്ളൂ. അതായത് അറിയപ്പെടാണ്ട് ഇങ്ങനെ ഇവരിങ്ങനെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അവിടുന്ന് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അറിയില്ല, നമുക്കിവിടെ കണക്ഷൻസ് കുറവാണ്, അപ്പൊ ആൾക്കാരെ അറിയണം, അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ എപ്പോഴും ഇപ്പൊ ഞാൻ യൂസുകാരന്റെ വീഡിയോ ചെയ്യുമ്പോഴും എന്തിന്റെ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയുന്ന ഒറ്റ കേസുള്ളൂ, അപ്പൊ നമ്മുടെ ചാനൽ കാണുന്ന ഒരാൾക്ക് ഉപകാരം വേണം അല്ലെ? 100% ഉണ്ടാവും. അതെന്തായാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും സാധനങ്ങളുടെ എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇപ്പൊ കൊറിയറും ഡെലിവറി ഒക്കെ ചെയ്ത് ഓൾ ഇന്ത്യ. കേരളത്തിലെല്ലായിടത്തും കൊടുക്കാം അല്ലേ? ഓൾ ഇന്ത്യയിലൊക്കെ നിങ്ങൾ വിളിച്ചൊക്കെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, മനോജറിനെ വിളിച്ചാൽ മതി, ഫുൾ ഡീറ്റെയിൽസ് തരും കേട്ടോ. എന്നാ പിന്നെ നിർത്തിയേക്കാം അല്ലേ? വേറൊരു വീഡിയോ കാണാം കേട്ടോ.